ശ്രീ വി ജോയ്. സർ, ഈ വികസിത മുതലാളിത്ത രാജ്യങ്ങൾ പോലും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അർബുദ വ്യാപനം. അവിടങ്ങളിലെ നിരക്കിൻ്റെ 30% ഇതുമൂലമാണ് എന്ന കണക്ക് പുറത്തു വരികയാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ഈ കണക്ക് 10%-ഓളം വരും. ഇപ്പോൾ സംസ്ഥാനത്ത് ആരോഗ്യരംഗം ഏറ്റവും മെച്ചപ്പെട്ട നിലയിലാണ്. ലോകത്ത് തന്നെ അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് നമ്മൾ പല കാര്യങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ക്യാൻസർ മഹാമാരി പ്രതിരോധിക്കാൻ സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികൾ വിശദീകരിക്കാമോ? മിനിസ്റ്റർ. സർ, നവകേരള കർമ്മ പദ്ധതി 2-ന്റെ ഭാഗമായി ആർദ്ര മിഷനിലൂടെ ഇവിടെ ഉത്തരത്തിൽ പറഞ്ഞതുപോലെ 10 കാര്യങ്ങൾ ലക്ഷ്യം വെച്ചതിൽ 1 ക്യാൻസർ രോഗ പ്രതിരോധമാണ്. ഇതിൻ്റെ ഭാഗമായി സർ നമ്മൾ കാണേണ്ടത് സംസ്ഥാനത്ത് ക്യാൻസർ രോഗം കണ്ടെത്തുന്നത് പലപ്പോഴും രോഗത്തിൻ്റെ 4-മത്തെയോ 3-മത്തെയോ ഫേസിലാണ്. 65% മുകളിൽ 65-നും 75%-നും ഇടയിൽ ആളുകൾ 3-മത്തെയോ 4-മത്തെയോ ഫേസിലാണ് രോഗം കണ്ടെത്തുന്നത്. അപ്പോൾ രോഗം സങ്കീർണമാകുകയും ചികിത്സ സങ്കീർണമാകുകയും ആരോഗ്യ പരിരക്ഷയ്ക്ക് പുറത്തുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇവിടെയാണ് സംസ്ഥാന സർക്കാർ ഇടപെടുന്നത്. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫെബ്രുവരി 4-ാം തീയതി ലോക ക്യാൻസർ ദിനത്തിൽ ആഗോള പൊതുജനാരോഗ്യ ചരിത്രത്തിലെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ജനകീയമായ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. സർ, 12 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനാണ് ഇത്. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പേരിട്ടിരിക്കുന്ന ഈ ക്യാമ്പയിൻ്റെ ആദ്യത്തെ 1 മാസം സ്ത്രീകൾക്കായിട്ട് നമ്മൾ സമർപ്പിച്ചിരുന്നു. സർ, ഈ ആദ്യത്തെ 1 മാസം ഇതുവരെ സ്ക്രീൻ ചെയ്ത സ്ത്രീകളുടെ എണ്ണം 13,74,662 സർ. സർ, ഇതൊരു ചരിത്രമാണ്. ഇതുവരെ പരിശോധനകൾ, അതിന് ശേഷം തുടർ പരിശോധന ആവശ്യമുള്ളവർക്ക് അത് നടത്തുന്നുണ്ട്. ഇതുവരെ പരിശോധന നടത്തിയവരിൽ 120 പുതിയ ക്യാൻസർ പേഷ്യൻസിനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപക്ഷേ ഈ ക്യാമ്പയിൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ അവർ ക്യാൻസർ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. സർ, സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം 1 ക്യാൻസർ രോഗം മൂലമുള്ള മരണം കുറയ്ക്കുക എന്നുള്ളതാണ്. ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കുക, ആദ്യം തന്നെ കണ്ടെത്തി കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സർ, ചികിത്സ വികേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തുകയുണ്ടായി. ഇപ്പോൾ RCC, MCC, CCRC, അതുപോലെ 6 മെഡിക്കൽ കോളേജുകൾ, ടെറിഷറിയിൽ തന്നെ വരുന്ന എറണാകുളം GH കൂടാതെ തന്നെ സർ സംസ്ഥാനത്ത് 1522 ആരോഗ്യ കേന്ദ്രങ്ങൾ, CHSCകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ക്യാൻസർ സ്ക്രീനിങ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സർ, ഇതൊരു വലിയ മൂവ്മെൻ്റാണ്. അപ്പോൾ ചികിത്സാ സംവിധാനം, അതുമാത്രമല്ല കീമോതെറാപ്പിയും റേഡിയേഷനും ഉൾപ്പെടെയുള്ളവ ജില്ലാ ആശുപത്രികളിലേക്ക് കൂടി വികേന്ദ്രീകരിച്ചിട്ടുണ്ട്. പുതിയ ചികിത്സാ സംവിധാനങ്ങൾ CCRCയിലും RCCയിലും MCCയിലും ഉൾപ്പെടെ നമ്മൾ വികസിപ്പിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഒരു അംഗീകാരം അടുത്തയിടെ RCCക്ക് ലഭിച്ചിരുന്നു. സർ, അങ്ങനെ മരണനിരക്ക് കുറയ്ക്കുക, ചികിത്സ വികേന്ദ്രീകരിക്കുക, അതോടൊപ്പം ഈ ചികിത്സയുടെ ധനച്ചെലവ് പരമാവധി കുറയ്ക്കുക, ഇതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. സർ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, ചില പഠനങ്ങൾ പറയുന്നത് 70% അർബുദവും ഒരു പരിധിവരെ തടയാമെന്നാണ്. പക്ഷേ എന്നാൽ ഇന്നത്തെ ചികിത്സാ രീതി വെച്ചിട്ട് 50% ആളുകൾ രോഗത്തിന് കീഴ്പ്പെടുന്നതാണ് കാണുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം മരുന്നുകളുടെ വില വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട ചിലവുകൾ കുറയ്ക്കാൻ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ്? മിനിസ്റ്റർ. സർ, ക്യാൻസർ മരുന്നുകൾ മിതമായ നിലയ്ക്ക്, ഇപ്പോൾ സ്കീമുകൾക്കൊക്കെ പുറത്തുള്ള ആളുകൾക്ക് മിതമായ വിലയ്ക്ക് നൽകുക എന്നുള്ളത് ഈ സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. സർ, കഴിഞ്ഞ വർഷം സർക്കാരിൻ്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി കാരുണ്യ സ്പർശം എന്നുള്ളൊരു പദ്ധതി ബഹുമാനപ്പെട്ട CM ഉദ്ഘാടനം ചെയ്തു. സർ, അതായത് 0 പ്രോഫിറ്റ്, ഒരു ലാഭവും എടുക്കാതെ നമുക്ക് ഏത് വിലയ്ക്കാണോ നമ്മൾ മരുന്ന് വാങ്ങിക്കുന്നത് ആ വിലയ്ക്ക് നൽകുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിട്ടത്. സർ, അത് വലിയൊരു ആളുകൾക്ക് വലിയ രീതിയിൽ പ്രയോജനപ്രദമാണ്. 14/3/2025 വരെ സർ 3,47,00,000 രൂപയുടെ മരുന്ന്, പൊതുവിപണിയിൽ അത്രയും രൂപയുടെ മരുന്ന് നമ്മൾ ലഭ്യമാക്കിയത് 1,13,00,000 രൂപയ്ക്കാണ്. സർ, അപ്പോൾ ചില മരുന്നുകളുടെ വില ഞാനൊന്ന് ഇവിടെ പറയാം. സർ, 1,11,000 രൂപ വിലയുള്ള മരുന്ന് ഏതാണ്ട് 12,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സർ, അതുപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ 42,350 രൂപ പൊതുവിപണിയിലുള്ളത് 5,000 രൂപയ്ക്ക് കൊടുക്കാൻ കഴിയുന്നു. സർ, അതുപോലെ ഓരോ മരുന്നും സർ വലിയ ഗണ്യമായിട്ടുള്ള വ്യത്യാസമാണ് ഇതിൽ ഉണ്ടാകുന്നത്.
അപ്പോൾ ഈ 14 കാരുണ്യ ഫാർമസികളിലാണ് ഇപ്പോൾ നമ്മളിത് ആരംഭിച്ചിരിക്കുന്നത്, 14 ജില്ലകളിലും. അത് കൂടുതൽ കാരുണ്യ ഫാർമസികളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. സർ, ഞാൻ നേരത്തെ പറഞ്ഞ 3 കോടിയിൽ പരം മരുന്ന് പൊതുവിപണിയിൽ ഉള്ളത് നമ്മളിവിടെ കൊടുത്തപ്പോൾ ആളുകൾക്കുണ്ടായ ലാഭം ഈ 6 മാസം കൊണ്ട് സർ 2,34,49,000 ചില്ലുവാനും രൂപയാണ് സർ. ഇത് വലിയ ആശ്വാസമാണ് ആളുകൾക്ക് നൽകുന്നത്. ഇതുകൂടാതെ ഒരു കാര്യം കൂടെയുണ്ട് സർ, നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും അതോടൊപ്പം തന്നെ ജില്ലാ ആശുപത്രികളിലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാസ്പ് വഴിയുള്ള ചികിത്സയിൽ ഏറ്റവും കൂടുതൽ ഓങ്കോളജി ട്രീറ്റ്മെൻറ്റിനാണ് നൽകുന്നത്. അപ്പോൾ പരമാവധി ഈ സ്കീമിൽ ഉൾപ്പെടുത്തി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ സംസ്ഥാനത്ത് ക്യാൻസർ തന്നെ ഒരു രോഗമാണ് എന്ന് കണ്ടാൽ ആളുകൾക്കൊരു ഭയം ഉണ്ടാകുന്നത്. ഭയത്തിൻ്റെ ആവശ്യമില്ല, പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ അതിനൊപ്പം തന്നെ ഈ രീതിയിൽ സർക്കാർ ഇടപെടുന്നുണ്ട്.